മുതലാളി, അവരെ ജാമ്യത്തിൽ ഇറക്കണം. ഗ്രാമലക്ഷ്മി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്റെ പേരും ഉണ്ടെന്നാ കേട്ടത്. അതിനെ നിന്നെ ഒഴിവാക്കാൻ ഞാൻ എക്സ്പേർട്ട് പറഞ്ഞില്ല. നീ ഇത്ര നാൾ ശ്രമിച്ചിട്ടും അവളെ ഒന്ന് വശത്താക്കാൻ കഴിഞ്ഞില്ല. മുതലാളിയുടെ പേര് കേൾക്കുമ്പം അവള് കലി തുള്ളും. അവളുടെ തുള്ളലൊക്കെ ഞാൻ അവസാനിപ്പിക്കും. മുതലാളി അവിടെ വന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഈ സൈക്കിൾ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇന്ന് സൈക്കിൾ, നാളെ കാർ, മറ്റന്നാൾ പ്ലെയിൻ. അങ്ങനെ പുരോഗമിക്കാൻ പോവുകയാണ്. വല്ല കള്ളക്കടത്ത് ബിസിനസ്സും തുടങ്ങിയിരിക്കും. പറ്റിയ ഒരു പങ്കാളിയെ കിട്ടിയിട്ടുണ്ട്. എന്താ തയ്യാറാണോ? അങ്ങനെ കുറുക്ക് വഴിയിലൂടെ പണക്കാരനാകണ്ട, അധ്വാനിച്ച് വേണം സമ്പാദിക്കാൻ. കയറിക്കോ, വീട്ടിലോട്ടേക്കാം. അയ്യോ, എനിക്ക് പേടിയാ. ഞാൻ വീണാലും പത്മ വീഴാൻ നോക്കിക്കൊള്ളാം. ഞാൻ വീണാലും സാരമില്ല, എങ്ങനെയെങ്കിലും തൊലഞ്ഞാ മതി. അത്രയ്ക്കങ്ങ് മടുത്തോ? എല്ലാം കൊണ്ടും മതിയായി ചേട്ടാ. കാമുകിമാർക്ക് ഒരിക്കലും നിരാശ പാടില്ല. ഇന്നലെ വീട്ടിൽ വലിയ വഴക്കായിരുന്നു. പ്രശ്നം നമ്മളായിരിക്കും. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്നാണ് അമ്മയുടെ താക്കീത്. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കാതിരിക്കുമോ പത്മം? ചില കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുണ്ട്. വേഗം പറ. ഇവിടെ വെച്ചോ? പിന്നെ ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവമാണ്. പത്മ പോകുന്നില്ലേ? മനസ്സിന് സുഖമുള്ളവരല്ലേ ഉത്സവം കാണാൻ പോകുന്നത്? അപ്പോ ഇന്ന് രാത്രി 7 അർത്ഥം. ഞാൻ വരട്ടെ? അപകടമല്ലേ? ഞാൻ എത്തിയിരിക്കും. വീടറിയാമല്ലോ. പുറത്തുനിന്നേ കണ്ടിട്ടുള്ളൂ. അകത്തെ സ്ഥിതി അവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി.